നമസ്കാരം. ചോര പുരണ്ട തുടക്കമായിരുന്നു 2025. ജനുവരി മാസത്തിലുടനീളം കൊടും കുറ്റകൃത്യങ്ങളുടെ വാർത്തകളായിരുന്നു. ഫെബ്രുവരി അവസാനം എത്തുമ്പോഴും ചോരയുടെ മണം മാറുന്നില്ല. സ്വന്തം അനുജനെയും സ്നേഹിച്ച പെൺകുട്ടിയെയും ഉൾപ്പെടെ 5 പേരെ അരുംകൊല ചെയ്ത അഫാന്റേത് കൊടും ക്രൂരതകൾക്കിടയിലും സമാനതകളില്ലാത്തതാണ്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 3 ഇടങ്ങളിലായി 6 മണിക്കൂറിനിടെ 5 കൊലപാതകങ്ങൾ നടത്തിയ അഫാൻ ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. 24 മണിക്കൂറിനിപ്പുറവും കൂട്ടക്കൊലയുടെ കാരണങ്ങൾ തേടുകയാണ് പോലീസ്. സാമ്പത്തിക പ്രശ്നമോ പ്രണയം അംഗീകരിക്കാത്തതിന്റെ മനോവിഷമമോ പകയോ പോലും ഇങ്ങനെ ഒരു കൊടും ക്രൂരതയിലെത്തിക്കുമെന്ന് കരുതുക വയ്യ. ലഹരി വിതയ്ക്കുന്ന മഹാവിപത്താണോ അഫാൻ എന്ന കൊടും ക്രിമിനലിനെ സൃഷ്ടിച്ചത്? ടി.കെ. രാജ്മോഹൻ റിട്ടയർഡ് SP, ഡോക്ടർ മോഹൻ റോയ് മനഃശാസ്ത്രജ്ഞൻ, ഡോക്ടർ നിതിൻ മനഃശാസ്ത്രജ്ഞൻ, MM ഷാഫി അഫാന്റെ ബന്ധു എന്നിവരെയാണ് ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ നിതിനാണ്. ഡോക്ടർ നിതിൻ, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത്, അതും ഇതുപോലെയുള്ള അരും കൊലകൾ നടക്കുന്നതുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 എന്ന വർഷം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ മനസ്സ് മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുണ്ട്. പക്ഷേ അതിലെല്ലാം വേറിട്ട് നിൽക്കുകയാണ് ഇന്നലെ നമ്മൾ കേട്ട വാർത്ത. സ്വന്തം കുടുംബത്തിലെ തന്നെ ആളുകളെ അരും കൊല ചെയ്തിട്ട് ആരും അറിയാതെ പോലീസ് സ്റ്റേഷനിലെത്തി വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് പുറം ലോകം ആ കൊടും കുറ്റകൃത്യത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് പോലും. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? ഏത് തരം മനോനിലയാണ് ഇത്തരം അരും കൃത്യങ്ങളിലേക്ക് നയിക്കുന്നത്? വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇന്നലെ വൈകുന്നേരം ഈ വാർത്ത പുറത്തു വന്നത് മുതൽ കേരളം മുഴുവനും സോഷ്യലി വളരെ അപ്സെറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പലരും കടന്നു പോകുന്നത്. പലരും എന്നെ വിളിച്ചോ പറഞ്ഞു, ഇന്നലെ രാത്രി പലർക്കും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സമൂഹത്തിലേക്ക് അവരുടെ മക്കളെ പുറത്തേക്ക് അയക്കാനും അല്ലെങ്കിൽ സമൂഹത്തിൽ ഫ്രീ ആയിട്ട് അവരുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ വലിയ പ്രയാസവും മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയും പലരും നേരിടുന്നതായിട്ട് നേരിട്ടും വിവിധ മാധ്യമങ്ങളിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു വലിയ ഒരു അരക്ഷിത അവസ്ഥ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാനസികമായിട്ടെങ്കിലും പല ആൾക്കാരുടെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പം എല്ലാവരും ഇതിന്റെ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതുവരെ ഉള്ള ഇൻഫർമേഷൻ വെച്ച് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാരണമായിരിക്കും. ഇപ്പൊ ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്. ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക രോഗമായിരിക്കാം, പ്രണയത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നതായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒറ്റ റീസണിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കി കാണുന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ ഈ ഒരു ആക്ടിലേക്ക് ആ വ്യക്തിയെ എത്തിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. മാനസികമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയറിനെ വിലയിരുത്തുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ആന്റി സോഷ്യൽ, അതുപോലെ ബോർഡർ ലൈൻ പോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി കാണുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ഈ പ്രതിയുടെ ബിഹേവിയേഴ്സ് എല്ലാം തന്നെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരാനാണ് സാധ്യത. പക്ഷെ അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആവാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള വലിയ ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാവാനാണ് സാധ്യത. അപ്പോ 2 കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതിന്റെ കാരണം വിലയിരുത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം മറ്റു ആൾക്കാർ, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സംഘർഷം കൂടെ നമ്മൾ ഈ സമയത്ത് ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ ഒരു വാർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ വർദ്ധിച്ചു വരുന്ന വിഷയങ്ങളെ, വയലന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിന്, ബ്രൂട്ടൽ ആയിട്ടുള്ള മർഡറുകളെ, ഇവയെല്ലാം തന്നെ മാനസികമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹവും വ്യക്തികളെല്ലാം തന്നെ പ്രിപ്പയർ ആവേണ്ടുന്നതും മാനസികമായിട്ട് അത് ഒരുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ
ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ പൊതുവില് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള ക്ലസ്റ്റർ ബിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ പെട്ടെന്ന് ഒരു പൊടുന്നനെ ഒരു ബ്രൂട്ടൽ മർഡറിലായിരിക്കില്ല ആരംഭിക്കുന്നത്. ആ വ്യക്തിയുടെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് പലതരത്തിലുള്ള ഇതിന് ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഇഷ്യൂസും മറ്റു പല ആൾക്കാർക്കും ആ വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിലും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാകാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും 18 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികളിൽ ആണ് ഇത്തരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡറിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും അവരെ പ്രത്യേകം അഡ്രസ് ചെയ്യുകയും അവരെ റീഹാബിലിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്നതായ ഇന്റർവെൻഷൻസും സെപ്പറേറ്റ് ചെയ്തു അവരെ റീമോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുക. അതെപ്പോഴും ഈ വ്യക്തികളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിനെ അഡ്രസ് ചെയ്യാനും അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കഴിയും. ഇപ്പൊ പലരും ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കള് ഇതുപോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻസിഡന്റ് അവരുടെ ചെറുപ്പ പ്രായത്തിലുണ്ടാവുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് പതിവ്. അത് പ്രായത്തിൻ്റെതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കും, വലുതാവുമ്പോൾ ശരിയാവും എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പം ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന എല്ലാ ബ്രൂട്ടൽ മർഡറുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹിസ്റ്ററിയിൽ എന്തായാലും മുമ്പ് പല രീതിയിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് നേരത്തെ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സഹായത്തോടു കൂടെ ഏറ്റവും അടുത്ത നിൽക്കുന്ന ആൾക്കാര് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും മറ്റ് സാമൂഹിക കൂട്ടായ്മകളിലൊക്കെ ആണെങ്കിലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉള്ള സിംറ്റംസ് എന്നുള്ളത്. അപ്പൊ അത് ഡോക്ടർ നിതിൻ, താങ്കൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ അവരിൽ ഇത്തരം മുൻകാലങ്ങളിലും ഇതിൻ്റെ സമാനമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന്. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞിട്ട്. അപ്പോൾ മുതൽ അയൽവാസികളായ ഓരോരുത്തരെയും മാധ്യമങ്ങൾ കാണുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആർക്കും തന്നെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അത്തരം ഒരു പരാമർശങ്ങളും നടത്താൻ കഴിയുന്നില്ല. അവർക്കൊന്നും അങ്ങനെ ഒരു മുൻകാല അനുഭവങ്ങളില്ല. മാത്രവുമല്ല, കുറച്ച് അന്തർമുഖനായ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾ അധികം ആരുമായും കമ്പനി ഒന്നുമില്ല, പക്ഷേ അനുജനുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിലൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. മറിച്ച് ഒന്നും ഒരാൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാനില്ല. ഒന്നോ രണ്ടോ തവണ എന്തോ മനോവിഷമത്തിൽ ആത്മഹത്യാ സൂചനകൾ നടത്തി എന്നതൊഴിച്ചാൽ. തീർച്ചയായും ഞാനും ആ റിപ്പോർട്ട് കണ്ടിരുന്നു. അത് വളരെ ശരിയാണ്. ഈ ആത്മഹത്യ സൂചന അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നുള്ളത് തന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു സിംറ്റമാണ് ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയും. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫോർമെന്റിന്റെ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മള് ഒരാളുടെ ഹിസ്റ്ററി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പെരിഫറൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമെന്റ് ആണ് നമുക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലെ ഇൻഫർമേഷൻസ് തരുന്നതെങ്കിൽ അത് നമ്മൾ റിലയബിൾ ആയിട്ട് കാണാറില്ല. കാരണം ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളിനാണ് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അവർക്ക് മാത്രമാണ് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുക. പെരിഫറൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ പലരും വളരെ നല്ല രീതിയിൽ മാന്യമായ വസ്ത്രം ധരിച്ച് മറ്റുള്ള ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് നടക്കുന്നവരായിരിക്കാം. പക്ഷെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പോലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് നടത്തുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇൻഫോർമെന്റിന്റെ റിലയബിലിറ്റിയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്തരത്തില് കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും ഇതിനെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ കുറെ കൂടെ ഡീപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ടി കെ രാജ്മോഹൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്, റിട്ടയർഡ് SP. ശ്രീ ടി കെ രാജ്മോഹൻ,
നമ്മൾ ഓരോ കാലത്തും യുവാക്കളിലെ അക്രമവാസനകൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ അത്തരമൊരു അധപ്പതനത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നോക്കൂ, ഈ 2025 തുടക്കം മുതൽ ഓരോ ദിവസവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നിരവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൽ പലതും അരുംകൊലകളാണ് എന്നതാണ്. സ്വന്തം വീട്ടിലെ ഒരു പേരക്കുഞ്ഞിനെ, 1 വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞിനെ വരെ കൊല്ലുന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അയൽവാസികളെ അരുംകൊല ചെയ്തതിൻ്റെ വാർത്തകൾ കണ്ടു. പക്ഷേ ഇതിപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്ന കൊലയാണ്. ഒരു കുടുംബത്തിലെ തന്നെ ഒരുപാട് പേരെ പല സമയങ്ങളിലായി 6 മണിക്കൂറിൻ്റെ ഇടവേളയിൽ പലയിടത്ത് വെച്ച് കൊല്ലുന്നു എന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ആരും അക്കാര്യങ്ങൾ അറിഞ്ഞില്ല, ആ യുവാവ് വന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോഴല്ലാതെ എന്ന ഒരു സാഹചര്യവും. ഇപ്പോൾ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്ന് വേണമോ നമ്മൾ ഇതിനെ കാണാൻ, അതോ ഒരു പ്രത്യേക മാനസിക സാഹചര്യത്തിൽ പ്രത്യേക ഒരവസ്ഥയിൽ ചെയ്തു പോയതായി കാണണോ? അല്ല, ഇത് ഒരു പ്രീ പ്ലാൻഡ് മർഡറാണോ അല്ല ഇതൊരു ഒരു 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 മാനസിക വിഭ്രാന്തിയിൽ വരുത്തിയതാണോ എന്നൊക്കെ അന്വേഷണ മധ്യേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴുള്ള എവിഡൻസുകൾ ഫുള്ള് വരുന്നത് എക്യൂസ്ഡിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം ഈ 5 പേരെ കൊന്നതിന് ശേഷം അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൺഫസ് ചെയ്യാണ്, ഞാൻ 6ഓളം ഒരു പ്രാകൃതമായ 6 കൊലപാതകങ്ങൾ ചെയ്തു എന്നയാൾ വന്ന് പറയാണ്. അപ്പോൾ കൺഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്യൂസ്ഡ് എന്നാണ്. അപ്പോൾ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്യൂസ്ഡ് എന്നാണ്. അപ്പോൾ എക്യൂസ്ഡ് എന്തൊക്കെ എവിഡൻസുകൾ എക്യൂസ്ഡിൻ്റെ ഭാഗത്ത് കിട്ടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ട്രൈ ചെയ്ത് വരുന്നുള്ളൂ. കാരണം അയാൾ ഇപ്പോഴും പിന്നെ ഒരു ചികിത്സ, അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ചികിത്സയിലാണ് നടക്കുകയാണ് അയാൾ. അപ്പോൾ എല്ലാ എവിഡൻസുകളും കോർത്തിണക്കിയ ശേഷം മാത്രമേ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, എന്താണിതിന് കാരണം, ആരാണിതിന് കാരണം എന്ന് വ്യക്തമായി മനസ്സിലുള്ളൂ. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് 5 പേരെ കൊന്നിരിക്കുകയാണ് ഈ അക്യൂസ്ഡ്. അതൊരു സത്യമാണ്. അപ്പോൾ അതിനെന്താണ് അയാളെ പ്രേരിപ്പിച്ചത്? എന്താണ്? അതിന് പണമാണോ, അല്ല പണത്തിന് ലഭ്യത കുറവാണോ, അല്ല ധൂർത്താണോ, അല്ല ലഹരിയാണോ, അതല്ല ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഈ ക്രൂവൽറ്റിയോടുള്ള ചെറുപ്പക്കാർക്കുള്ള ആ ഒരു ക്രൂവൽ എന്നുള്ളത്, അതായത് ഇതുമാതിരിയുള്ള ഒരു ക്രൂവൽ കാര്യങ്ങളിൽ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെയിൽ അവർ എൻജോയ് ചെയ്യുന്ന, അവർ ആഘോഷിക്കുന്നത് അത്തരത്തിലാണോ, അതല്ല പ്രണയമാണോ, അതല്ല സ്നേഹത്തിൻ്റെ അധികമുള്ള സ്നേഹമാണ്? ഇതൊക്കെ അന്വേഷണ മധ്യേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു അന്വേഷണ ഏജൻസി, അത് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന നിലയിൽ പോലീസ് ബേസിക്കായിട്ട് ചെയ്യുക, ഇതിലെയുള്ള എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്യുക. എക്യൂസ്ഡ് ഒരുപാട് കാര്യങ്ങൾ കൺഫസ് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ കളക്ട് ചെയ്യുക. എക്യൂസ്ഡ് പറയുന്ന പല കാര്യങ്ങളും സാങ്കേതികമായുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എവിഡൻസുകൾ, അല്ലെങ്കിൽ ഹിയർസേ എവിഡൻസുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നൈബേഴ്സിൻ്റെ ഇൻഫർമേഷൻ, ഇതൊക്കെ കളക്ട് ചെയ്ത് ഒരു പ്രോപ്പറായി ഒരു കേസ് ഫോം ചെയ്ത് ആ കേസ് പ്രോപ്പറായി ചാർജ് ഷീറ്റ് ചെയ്യുക, പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് കളക്ട് ചെയ്യുക. ഈ കേസിലത്തെ എല്ലാ തെളിവുകളും, മതിയായ തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കുക. അങ്ങനെ ഈ പ്രതിക്ക് ഒരു മതിയായ ശിക്ഷ, അതായത് ബ്രൂട്ടലായ ഒരു കേസാണ്, ഈ ബ്രൂട്ടലായ മർഡർ നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മതിയായ ഒരു പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുക എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ ഘടകം. എന്നാൽ അത് മാത്രമല്ല നമ്മൾ കാണേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്രയുള്ള ഭീകരമായ, ഇത്തരത്തിലുള്ള ക്രൂരമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? നമുക്കിപ്പോൾ ഇപ്പം വളരെ അടുത്ത് തന്നെ ഇപ്പം മലപ്പുറത്ത് സംഭവം നടന്നു, കൊച്ചിയിൽ സംഭവം നടന്നു, ഇപ്പം താമരശ്ശേരി ഒരു സംഭവം നടന്നു. അങ്ങനെ ഈ ക്രൂരമായ കൊലപാതകങ്ങൾ, അതായത് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത കൊലപാതകങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് എന്തുകൊണ്ട് സമൂഹത്തിൽ സംഭവിക്കുന്നു? അതുകൂടി ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. യെസ്, അതും കൂടി എവിഡൻസായി, അതും കൂടി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണത എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് സമൂഹത്തിൽ ചെറുപ്പക്കാർ ഇത്തരത്തിൽ വഴിതെറ്റുന്നു? എന്തുകൊണ്ട് ക്രൂരമായ അല്ലെങ്കിൽ വയലൻസിനോട് എന്തുകൊണ്ട് അതിയായ സ്നേഹം, അതിയായ പ്രേമമാണ് വയലൻസിനോട്? ചെറുപ്പക്കാർക്ക് വയലൻസ് എന്ന് പറയുന്നത് ഒരു സാധാരണ സ്നേഹം മാതിരി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വികാരമായി മാറിയിരിക്കുകയാണ് നമ്മൾ ചെറുപ്പക്കാരുടെ. അപ്പോൾ എന്തുകൊണ്ടാണ് സൊസൈറ്റിയിൽ ഇങ്ങനെ നടക്കുന്നത്? അതുകൂടി അന്വേഷിക്കണമെങ്കിൽ ഈ അന്വേഷണ ഏജൻസിയുടെ കൂട്ടത്തിൽ എക്സ്പെർട്ടായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കൂടി വെച്ചതിന് ശേഷം പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ചാർജ് ഷീറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഈ അന്വേഷണ ഏജൻസിക്ക് ചില ഇൻഫറൻസൊക്കെ അന്വേഷണ മധ്യേ വരും.
അതുകൂടി കോർത്തിണക്കി അതുകൂടി കൂട്ടിച്ച് അത് മതിയായ കാര്യങ്ങൾ കോടതി മുമ്പാകെയും മതിയായ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട് അത് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ സംഭവിക്കുന്നു എന്നുകൂടി നോക്കണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. കാരണം ബേസിക്കായിട്ട് പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന നിലയിൽ എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ട് കോടതിയിൽ അയാൾ മതിയായ ശിക്ഷ പ്രോപ്പറായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും, സ്വാഭാവികമാണ്. അതേസമയം തന്നെ ഈ ഒരു മെത്തേഡ്, അതായത് സമൂഹത്തോട് ഉത്തരവാദിത്വമാണ്. നമ്മളെ സൊസൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് പ്രോപ്പർ പാരന്റിങ് നടക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ യുവത്വം എന്തുകൊണ്ടാണ് ഈ ലഹരിയുടെ പുറകെ പോകുന്നത്, എന്തുകൊണ്ട് മദ്യപാന ആസക്തിയിലേക്ക് പോകുന്നത്, ഇതും കൂടി സ്റ്റഡി ചെയ്യണം. അങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് മാത്രമേ ടി കെ രാജ്മോഹൻ, അങ്ങനെ ഒരു സാമൂഹിക പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അവസരം തന്നെയാണോ ഇത്? നമുക്കറിയാം എല്ലാ കാലങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ അത് കൂടുതൽ വ്യാപിക്കുന്നു, കൂടുതൽ ചർച്ചയാകുന്നു, കൂടുതൽ പേരിലേക്ക് ആ നിലയിൽ തന്നെ എത്തുന്നു. മാധ്യമങ്ങളുടെ ഇതിനോടുള്ള സമീപനം പോലും സ്വയം വിമർശനപരമായി നോക്കിയാൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ചർച്ചയാകുന്നു എന്നതാണോ, അതല്ലാണ്ട് തന്നെ ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ടോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു പഠനം നടത്തി കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടുന്ന തലത്തിലേക്ക് തന്നെ ഇത് എത്തിച്ചേർന്നിട്ടുണ്ടോ? അതാ ഞാൻ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഇത്തരത്തിലുള്ള കേസ്, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ് മേർഡർ ഉള്ള കേസുകൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മാസ് മേർഡറുകൾ ഈ ഏതെങ്കിലും നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലോ തന്നെ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 24 മണിക്കൂറിനകം ഈ അക്യൂസ്ഡ് ആരാണോ അയാൾ പോലീസ് വലയിലാകും. അന്വേഷണ ഏജൻസിക്ക് അക്യൂസ്ഡിനെ കിട്ടിക്കഴിഞ്ഞാൽ കേസ് അവിടെ തീരുകയാണ്. അപ്പോൾ ഇപ്പം ഇതുപോലെ നമ്മൾ ഒരുപാട് കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും. അത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ ഓട്ടോ ശങ്കർ എന്നുള്ള കേസ് റിപ്പോർട്ടായിട്ടുണ്ട്, ഒരു മാസ് മേർഡർ കേസാണ്. അതുപോലെ പിന്നെ സയനൈഡ് മോഹൻ്റെ കേസുണ്ട്, ഒരുപാട് ആൾക്കാരെ കൊന്നൊരു കേസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ ബേസിക്കായിട്ട് അക്യൂസ്ഡിന് അന്വേഷണ ഏജൻസിക്ക് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ വളരെ സമീപത്ത് തന്നെ കിട്ടുകയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണം അവിടെ അവസാനിച്ചു. കാരണം അന്വേഷണ ഏജൻസിക്ക് ഈ പ്രതിയെ കോടതി മുമ്പാകെ പ്രോസിക്യൂട്ടബിൾ എവിഡൻസുമായിട്ട് ഹാജരായി കഴിഞ്ഞാൽ അന്വേഷണം അവിടെ അവസാനിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ തീരുകയാണ്. അപ്പം അത് അന്വേഷണം അവിടെ അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ പോലീസ് ആക്ഷൻ അവസാനിക്കുമ്പോഴും നമ്മളെല്ലാവരും മറക്കും. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം ഇതേമാതിരി വേറൊരു മർഡർ, ഒരു മാസ് മർഡർ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഹ്യൂമൻ ക്രൈ ഉണ്ടാകും. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ടാകുമ്പോൾ തന്നെ കേസുകൾ അന്വേഷിച്ച് അവിടെ തന്നെ ക്ലോസ് ചെയ്യാതെ, ചാർജ് ഷീറ്റ് ചെയ്താൽ മാത്രം കേസുകൾ ക്ലോസ് ചെയ്യാതെ പിന്നെയും അതിനെക്കുറിച്ച് സമൂഹത്തിൽ അതിനെക്കുറിച്ച് എൻക്വയറി എല്ലാ ഏജൻസികളും സോഷ്യൽ റിഫോംസുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും കൂടെ ചെയ്യണം. കാരണം അല്ലാതെ ഇത് ഇവിടെ തന്നെ ഈ പ്രതിയെ കിട്ടി അയാളെ പ്രോസിക്യൂട്ടബിൾ എവിഡൻസുമായി നമ്മൾ കോടതിക്ക് ചാർജ് ഷീറ്റ് കഴിഞ്ഞ് അവിടെ കേസ് അവസാനിപ്പിക്കാതെ ഇത് സൈക്കാട്രിസ്റ്റും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും സോഷ്യൽ റിഫോംസ് ഏജൻസി അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലെ ഈവൻ മീഡിയ എല്ലാവരും കൂടി എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ യുവത്വം എന്തുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നു, എന്തുകൊണ്ടാണ് പ്രോപ്പർ പാരന്റിങ് ഇല്ലാത്തത്, എന്തുകൊണ്ട് ഈ ഡ്രഗ് മാഫിയയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ പിടിക്കപ്പെടുമ്പോൾ പല സ്കൂളുകളും പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡ്രഗുമായി പിടിച്ചു കഴിഞ്ഞ് പേരൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ പേരൻസ് എന്താ പറയാന്നറിയാം, എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല, അല്ലെ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. കയ്യോടെ പിടിച്ചാൽ തന്നെ അങ്ങനെയുള്ള ഒരു പാരന്റിങ് ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി തെറ്റ് ചെയ്യില്ല, മറ്റേ കുട്ടി തെറ്റ് ചെയ്യുന്നില്ല ധാരണയിലാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ അച്ഛനമ്മമാരും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് ആ കുട്ടിയെ തിരുത്താൻ ശ്രമിക്കുക. കാരണം ആ കുട്ടി അറിയില്ല അവൻ ചെയ്ത് തെറ്റ്, അപ്പോൾ അവൻ തിരുത്താൻ ശ്രമിക്കാൻ വേണ്ട. അങ്ങനെ അത് മദ്യമായാലും ശരി, മയക്കുമരുന്നായാലും ശരി, അല്ലെങ്കിൽ വയലൻസായി ബന്ധപ്പെട്ട വല്ല മാനസിക രോഗമായാലും ശരി, ഇതൊക്കെ പ്രോപ്പറായിട്ട് അത് നമ്മൾ അതിൻ്റെ എല്ലാ കൺസേൺഡ് ഏജൻസിയും വർക്ക് ചെയ്തതിന് ശേഷം ഇത് ഒരു മെനേസ് ആണെന്നും ഒരു സൊസൈറ്റിക്ക് ഒരു വലിയ പ്രശ്നമാണെന്നും കൂടി കണ്ട് അതും കൂടി കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അതിൻ്റെ പ്രതിയേക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതേസമയം സമൂഹത്തിലെ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇവിടെ ഈ 5 കൊലപാതകങ്ങൾ നടത്തിയിട്ട് പ്രതിയെ കാത്തിരിക്കാനോ അല്ലെങ്കിൽ അതിൽ അന്വേഷണം നടത്താനോ
തുടങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് കണ്ടതിന് ശേഷം പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് സ്ഥിരീകരിച്ചാൽ മാത്രം മതി എന്നതായിരുന്നു ഇവിടുത്തെ സാഹചര്യം. അവിടെ ഒരു അന്വേഷണത്തിൻ്റെ പോലും സാഹചര്യം ഇല്ലായിരുന്നു. ഡോക്ടർ നിതിൻ, ഇവിടെ ഇപ്പോൾ പല പല കാരണങ്ങൾ, എന്തുകൊണ്ട് ഈ കൊലപാതകം എന്നതിലേക്ക് എത്താൻ പോലീസിന് കൃത്യമായ ഒരു കാരണത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല? അസംഷൻസ് ഉണ്ട്, അത് സാമ്പത്തിക പ്രശ്നം എന്നുള്ളതൊക്കെയാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ ഈ കൊലപാതകത്തിന്റെ രീതി നോക്കിയാൽ റിപ്പർ മോഡൽ കൊലപാതകം എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഒരേ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള മനോവൈകല്യങ്ങൾ ഉള്ള വ്യക്തിക്ക് ഈ തുടർച്ചയായി ഇത്രയും മണിക്കൂറുകൾ ഒരേ രീതിയിൽ അത് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന കൃത്യതയോടുകൂടിയൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് ഡ്രസ്സ് മാറി ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നത് സാധ്യമാകുമോ? അപ്പോൾ അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? ഒരു ആംഗിളിൽ ചിന്തിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മാനസിക വൈകല്യം ഉള്ളവർക്ക് അത് സാധിക്കുന്നതാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ വളരെ കൂളായിട്ടാണ് ഓട്ടോ ഡ്രൈവറുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഓട്ടോയിൽ കയറി യാത്ര ചെയ്യുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതൊക്കെ. അപ്പം ഈ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇവരുടെ എബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വേറെ സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ ഇവർക്ക് വളരെ പെട്ടെന്ന് ഒരു പേഴ്സണാലിറ്റി സ്വിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇങ്ങനെയുള്ള ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളതിനെ തിയററ്റിക്കലി അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ഒരു മെന്റൽ സ്റ്റാറ്റസ് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആണ്. പക്ഷെ അത് എത്രത്തോളം ആണ് എന്നുള്ളത് കൂടുതലായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതി വളരെ ഹൈലി മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത് വ്യക്തമാണ്. അത് സാധ്യമാണ്. പൊതുവെ ഇതിനേക്കാൾ വലിയ ബ്രൂട്ടലായിട്ടുള്ള കേസുകൾ പോലും ഒന്നും അറിയാത്ത ഭാവത്തോടുകൂടെ അവരുടെ ആ പേഴ്സണാലിറ്റി സ്വിച്ച് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് ഇത് പോസിബിൾ ആണ് എന്നുള്ള കാര്യം വസ്തുതയാണ്. പക്ഷെ ഇതിനകത്ത് ഇത് എത്രത്തോളമാണ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അതെല്ലാം തന്നെ കൂടുതലായിട്ട് ലഹരി പദാർത്ഥം ഉപയോഗിച്ചു എന്നുള്ളത് ഓൾറെഡി ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അത് ഏതാണ്, എത്രത്തോളം സിവിയർ ആണ്, എത്രത്തോളം അവരുടെ കോൺഷ്യസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്, അവരുടെ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നതാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമിനേഷൻ റിപ്പോർട്ടുകളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും അത് പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല. പക്ഷെ അത് എത്രത്തോളം ബ്രൂട്ടൽ ആവുന്നു എന്നുള്ളത്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയർ എത്രത്തോളം ബ്രൂട്ടൽ ആവുന്നു എന്നുള്ളത് വളരെ ഭയാനകമായ കാര്യമാണ്. മനസ്സിലുണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള ചേഞ്ചുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയെ അവരെ ഫണ്ടമെന്റലി തന്നെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് വളരെ എവിഡന്റ് ആണ്. അപ്പോ ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ ആവർത്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ആവശ്യകത എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഡോക്ടർ, ഇവിടെ ഇപ്പോൾ ഒരു സംശയവും ആർക്കും ഉണ്ടാക്കാൻ കഴിയാതെ ഈ മനോനില ഉള്ളിൽ കൊണ്ടു നടക്കുക സാധ്യമാണോ എന്നതാണ്. ആ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ നിർബന്ധിച്ചോ ഒന്നും കൊണ്ടുവന്നതല്ല. നമ്മൾ പ്രണയ കൊലകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ഈ പ്രണയാഭ്യർത്ഥനകൾ നിരസിക്കുന്നവരെ കൊല്ലുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യവുമില്ല. അപ്പോൾ സ്നേഹിച്ചു ഇരിക്കുന്ന സ്നേഹത്തിലുള്ള ആ പെൺകുട്ടിയെ അതിക്രൂരമായി കൊല്ലുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതൊന്നും സ്നേഹിച്ചിരുന്ന ഒരാളോട് അത്രയും ക്രൂരതയൊക്കെ സാധ്യമാകുമോ എന്ന് സംശയിച്ചു പോകും. അതുപോലെ തന്നെയാണ് ആ കുഞ്ഞനുജനെ, മൃതദേഹം പോലും വികൃതമാകുന്ന തരത്തിൽ അതിക്രൂരമായാണ് കൊല്ലുന്നത്. അപ്പോൾ പക്ഷേ ഈ കുഞ്ഞനുജനെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒക്കെയും അയാളുടേതായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു സംശയത്തിനും ഇട നൽകാതെ എങ്ങനെ മുന്നോട്ട് പോകാം ഈ മനോനിലയുള്ളവർക്ക് കഴിയുന്നു എന്നതൊരു കാര്യം. മറ്റൊന്ന്, ഇവിടെ നമ്മുടെ റിട്ടയർഡ് SP സൂചിപ്പിച്ചതുപോലെ പാരന്റിങ്ങിൻ്റെ ഒരു കാര്യം സൂചിപ്പിച്ചു. ഇവിടെ ആ ഒരു അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്പം സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഡോക്ടറോട് കട്ടിലിൽ നിന്ന് വീണു പരിക്കേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അത് മറ്റ് സംഭവങ്ങളൊന്നും ആ അമ്മയ്ക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല.
എന്താണ് സാഹചര്യമെന്നും മറ്റും നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചും ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ ശ്രമമായിരിക്കാം അതെന്ന് കരുതുന്നു. അപ്പോൾ ഒരു സാഹചര്യവും ഒരു സാധ്യതയും പുറത്തുവിടാതെ ഇങ്ങനെ ഒരു മനോനിലയിലുള്ള ഒരാൾ ഇതുവരെ എത്തി എന്ന് കരുതണമോ, അതോ ആ സാഹചര്യങ്ങൾ വീട്ടുകാരാൽ അമർത്തിവെച്ചു അല്ലെങ്കിൽ പുറത്ത് അറിയാതെ ഇരുന്നു എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത് ഞാൻ ഈ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം എന്നുള്ള നിലയിൽ ഞാനത് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഇതൊരു ജനറൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പൊതുവിൽ കാണുന്നത് ഈ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ അവർ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ പാരന്റ്സ് അവർക്കൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവാറാണ് പതിവ്. പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പുറത്തുള്ള സർക്കിളിലേക്കാണ് ഇവരെ കുറിച്ചുള്ള യഥാർത്ഥ ഇന്റേണൽ ആയിട്ടുള്ള അവരുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള അബ്നോർമാലിറ്റി അറിയാൻ പറ്റാതെ വരിക. അപ്പം നമ്മളിത് എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്താലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ളവർ, അതായത് എപ്പോഴും കാണുന്ന ആൾക്കാർ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോ ഒരു ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഒരു സിബ്ലിങ്സിനൊക്കെ തന്നെ അല്ലെങ്കിൽ പാരന്റ്സിനൊക്കെ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ പലപ്പോഴും പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഇത്തരത്തിൽ നേരത്തെ കിട്ടുന്ന പല ഹിന്റുകളും, ഈവൻ ഈ ഹിന്റ് പോലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിന്റുകൾ പോലും പലപ്പോഴും ഫാമിലി മെമ്പേഴ്സ് മറച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനകത്തുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇന്റിമസിയും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഇതൊരു ലാർജർ പിക്ചറിൽ സംഭവിക്കുമ്പോൾ പലതും നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാതിരിക്കുകയും ഇന്റർവെൻഷൻ ചെയ്യാതിരിക്കുകയും ചെയ്ത് കവറപ്പ് ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ദുരിതങ്ങളിലേക്ക് പോകുന്നതാണ് ഇത്തരത്തിൽ സമാനമായിട്ടുള്ള കേസുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ആ ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇതുപോലുള്ള സമാനമായ കേസുകളിൽ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ അത് കവറപ്പ് ചെയ്യാതെ നേരത്തെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 വയസ്സിന് മുൻപ് തന്നെ ഭൂരിഭാഗം പേരിലും ഇത്തരത്തിലുള്ള ഇപ്പം കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ട് ഡിസോർഡറിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യം അവരിൽ കാണുന്നത് കള്ളം പറയുകയാണ്. ഇപ്പം കള്ളം പറയുക, വീട്ടിലെ കാശ് എടുത്തോണ്ട് പോവുക, എടുത്തിട്ട് അത് മറച്ചു വയ്ക്കുക. അപ്പൊ അത്തരത്തിലുള്ള ബിഹേവിയർ റിപ്പീറ്റഡ് ആയിട്ട് ഒക്കർ ചെയ്യുമ്പോൾ അത് നമ്മൾ വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് കാണുകയും അത് അഡ്രസ് ചെയ്യാതെ വിടുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുകയും കവറപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറയ്ക്കാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ്. ശരി, ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് നമുക്കൊപ്പം എം ഷാഫി കൂടി ചേരുകയാണ്. അഫാന്റെ ബന്ധുവാണ്, പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ ഷാഫി, 24 മണിക്കൂറിന് ഇപ്പോഴും പിന്നിടുമ്പോഴും ആ ഞെട്ടൽ മാറുന്നില്ല. അവിശ്വസനീയമായിരുന്നു ആദ്യം ഈ വാർത്ത കേൾക്കുമ്പോൾ, ഇപ്പോഴും വിശ്വസിക്കാനാകാത്തത് തന്നെയാണ്. വലിയ ഞെട്ടലിലാണ്. ആ നാടും ആ മനോനിലയിൽ തന്നെ ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ അഫാന്റെ കുടുംബത്തെ വളരെ അടുത്ത് പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ഇവിടെ പലപ്പോഴും ഈ കുട്ടി ഇതിനു മുൻപ് ഇത്തരം മനോവൈകല്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാമെന്ന സംശയം മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യത്തിൻ്റെതായ സൂചനകൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ എന്തെങ്കിലും അറിവുണ്ടോ? അഫാൻ എന്നാണ്, അമ്മാൻ എന്നല്ല, അഫാൻ എന്നാണ് പ്രതിയുടെ പേര്. അഫാൻ, AFAN. ഇയാള് ഇവിടെ അയാളുടെ അച്ഛന്റെ അമ്മയുടെ വീടാണ് ഇവിടെ ഉള്ളത്. ഇയാളുടെ അച്ഛൻ ജനിച്ചു വളർന്നതും ഇവരുടെ ഈ അമ്മയ്ക്ക് 11 മക്കളാണ്. അതിലൊരാളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിലിളയാൾ റഹീമിന്റെ മകനാണ് ഈ അഫാൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ പ്രതി. ഇയാൾ വളരെ ചെറുതിലെ ഈ അമ്മുമ്മയുടെ കൂടെ നിന്നാണ് വളർന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതിനുശേഷം ഇവർ പുല്ലമ്പാറ പഞ്ചായത്തിൽ വീട് വാങ്ങി അവിടെ താമസമാവുകയും അവിടെ നിന്ന് വിദ്യാഭ്യാസം നടത്തുകയും വിദേശത്ത് പോവുകയും ഒക്കെയാണ് ചെയ്തത്. ഈ പാങ്ങോടിനെ സംബന്ധിച്ചിടത്തോളം അഫാന്റെ സ്വഭാവത്തിനെ കുറിച്ച് വലിയ പിടി ആർക്കുമില്ല. പക്ഷെ അയാളുടെ അടുത്ത ബന്ധുക്കൾ, ഇന്ന്
മോർച്ചറിയിൽ വെച്ചും അല്ലാതെ മരണ വീട്ടിൽ വെച്ചും അടക്ക സ്ഥലത്ത് വെച്ചും ഒക്കെ ഞാൻ സംസാരിച്ചപ്പോൾ മറ്റു ദുരൂഹതയൊന്നും ഈ അഫാനെ കുറിച്ച് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ അറിയില്ല. അന്തർമുഖനായ ഒരു യുവാവായി പൊതുസമൂഹവുമായി യാതൊരുവിധ ബന്ധവും പുലർത്താത്തൊരു സ്വഭാവം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ അച്ഛൻ്റെ അമ്മയോട് വന്ന് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെടുകയും തൻ്റെ കഴുത്തിലുള്ള ചെറിയ മാലകൾ അത് തൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി താൻ വെച്ചിരിക്കുന്നതാണ്, അത് ആർക്കും കൊടുക്കില്ല മക്കളെ എന്ന് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ. അത് കേട്ട് മടങ്ങിപ്പോയ അഫാന് കൊടുക്കാത്തതിലുള്ള ഒരു നീരസവും വൈരാഗ്യവും ഈ അച്ചാമ്മയോട് തോന്നിക്കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വലിയച്ഛൻ ലത്തീഫ് എന്ന് പറയുന്ന ആളിനെയും വലിയച്ഛന്റെ ഭാര്യ ഷാഹിദ എന്ന് പറയുന്ന സ്ത്രീയെയും അതിക്രൂരമായി കൊലപ്പെടുത്താനുണ്ടായ കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്ന കടങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിന് നേരത്തെ സഹായിച്ചു. വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ തരാനില്ല എന്ന് ഏതെങ്കിലും പ്രോപ്പർട്ടിയോ ഏതെങ്കിലും വിറ്റിട്ട് ആ കടം തീർത്തിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം തിരികെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞതിലുള്ള വൈരാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിനെയും ഭാര്യയും വധിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വന്തം ക്യാൻസർ ബാധിതയായ സ്വന്തം അമ്മയെയും താൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അനുജനായ അഫ്സാൻ 14 വയസ്സുള്ള അഫ്സാനെയും തന്നെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സ്വന്തം രക്ഷകർത്താക്കളെയും വീടും ഉപേക്ഷിച്ചുകൊണ്ട് വന്ന പെൺസുഹൃത്ത് ഫർസാനയെയും ഇത്രയും ക്രൂരമായി കൊല്ലാൻ ഉണ്ടായ ചേതോവികാരം, മാനസികാവസ്ഥ അതൊരു നോർമൽ മനസ്സിന് കഴിയില്ല എന്നാണ് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുന്നത്. ന്യൂസ് 80യുടെ ആങ്കർ കണ്ടു കാണും മോർച്ചറിയിലും അല്ലാതെയും ഒക്കെ ഈ ഫർസാനയുടെയും ഈ പ്രിയപ്പെട്ട അയാളുടെ അനുജൻ അഫ്സാന്റെയും ഒക്കെ മൃതദേഹത്തിന്റെ രൂപം. എത്ര ക്രൂരമായാണ് ആ പെൺകുട്ടിയെ മുഖത്തടിച്ച് ചതച്ച് മുഖം വികൃതമാക്കി, ആ ആളിനെ പോലും തിരിച്ചറിയാൻ ഒരു രൂപമില്ലാത്ത നിലയിൽ ക്രൂരമായി ആണ് എല്ലാവരെയും, എസ്പെഷ്യലി ഈ ഫർസാനെയും അഫ്സാനെയും. ഏറ്റവും അയാൾ ഇഷ്ടപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന കൊലയാളി അവകാശപ്പെടുന്ന 2 ആളുകൾ. അപ്പോ ഇയാൾ എന്തോ മാരകമായ മയക്കുമരുന്നിന് അടിമയല്ലാതെ, ഇത്രയും ക്രൂരമായ ഒരു വികൃത മനസ്സിലല്ലാതെ ഈ നിലയിൽ ഒരു കൊലപാതകം നടത്താൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ 10-35 വർഷത്തെ പൊതുപ്രവർത്തന അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു വൈരാഗ്യത്തിൽ ഒരു കൃഷകാത്രയായ 95 വയസ്സായ ആ അമ്മയെ അതിക്രൂരമായാണ് ഈ ആമർ ഉപയോഗിച്ച് തലയുടെ ബാക്കിൽ പിടലിയുടെ ഭാഗത്ത് 2 പ്രാവശ്യം ആദ്യം ചെയ്ത കൊലപാതകം അതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് കഴിഞ്ഞ് വെഞ്ഞാറമൂട്ടിലേക്കുള്ള അരമണിക്കൂറുള്ള യാത്രയിൽ ആ വൈരാഗ്യം അടങ്ങുകയും മനസ്താപം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അവിടെ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെന്ന് അമ്മയെയും അനുജനെയും കാമുകിയെയും കൊണ്ടു. അതിനുശേഷമാണ് വലിയച്ഛനെയും വലിയമ്മയെയും. ഇത് നിസ്സാരമായ ഒരു സംഭവമാണെന്നും അയാൾ പിന്നെ വളരെ മാന്യനാണെന്നും അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ല എന്നുമൊക്കെ പറഞ്ഞാൽ ഇത് സമൂഹത്തിന് തെറ്റായ വലിയ സന്ദേശം. തീർച്ചയായും ഇന്ന് ഷാഫി, കൂടുതൽ അടുത്തുള്ള ബന്ധുക്കൾ, അയൽക്കാർ, അങ്ങനെയുള്ളവരോടൊക്കെയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ താങ്കൾ. ഇയാൾ ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് ലഹരിയുടെ അടിമയെ ആയിരുന്നു എന്ന് പറയുന്നുണ്ടോ? മദ്യപിച്ചിരുന്നു, അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. പിന്നെ അയൽവാസികളോടും ബന്ധുക്കളോടും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളെ അല്ല എന്നാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. പക്ഷേ ഈ പറയുന്ന അയൽവക്കക്കാർ പറയുന്നു ഈ പെൺ സുഹൃത്ത് 2 ദിവസമായി ഈ വീട്ടിലുള്ള വിവരം ഇവർക്കാർക്കും അറിയില്ല. ഇവിടെ 2 പേരേ ഉള്ളൂ, 3ാമതൊരാളെ കൊന്നിടാൻ സാധ്യതയില്ല എന്നാണ് ചെന്ന പോലീസിനോട്. 2 പേരുള്ള വീട്ടിൽ 3 പേരെ എങ്ങനെ കൊല്ലുമെന്നാണ് അയൽവാസികൾ പൂട്ടുപൊളിച്ച് കതവ് പൊളിച്ച് ആ വീട്
സെർച്ച് ചെയ്യാൻ നിന്ന പോലീസിനോട് പറഞ്ഞു. അപ്പോൾ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളെ ഇത്ര വിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് 2 ദിവസം 19 വയസ്സായ ഒരു പെൺകുട്ടിയെ കൂടെ താമസിക്കാൻ ഉള്ള അത്രയും വിദഗ്ധമായ, അത്രയും തന്ത്രശാലിയായ പിന്നെ ഈ അഫാൻ, അദ്ദേഹത്തിന് ദുരൂഹമായ മനസ്സുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആങ്കറും സമൂഹവും മനസ്സിലാക്കാനുള്ള കാര്യം, ഇന്ന് ഞാൻ പല ആളുകളുമായി സംസാരിച്ചതിൽ മറ്റ് ഈ കേരളത്തിലെ വൃദ്ധ മാതാപിതാക്കൾ, അമ്മമാർ, സഹോദരന്മാർ, കാമുകിമാർ എല്ലാം ഭയവിഹ്വലരാണ്. ആരെ വിശ്വസിച്ച് എങ്ങനെ ഉറങ്ങും? സ്വന്തം ചെറുമക്കളെ അല്ലെങ്കിൽ പിന്നെ പൗത്രന്മാരെ, പൗത്രിമാരെ എങ്ങനെ വിശ്വസിച്ച് ചേർത്തണച്ച് കൂടെ കിടത്തി ഉറക്കും? ഇവരിൽ നിന്ന് എങ്ങനെ മാതാപിതാക്കൾക്ക് രക്ഷയുണ്ടാകും എന്ന ഒരു വലിയ ഉത്കണ്ഠ ഇന്ന് കേരളത്തിലെ പിന്നെ പൊതുസമൂഹം പങ്കിടുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആശങ്കയകറ്റാൻ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കും സോഷ്യൽ മീഡിയ പ്രവർത്തകരായ നിങ്ങൾക്കും ഗവൺമെന്റിനും തീർച്ചയായും എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണത്. ശ്രീ ടി കെ രാജ്മോഹൻ, മണിക്കൂറുകൾക്ക് മുൻപ് DGP പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 2024 നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. 335 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന കണക്ക് ചൂണ്ടിക്കാട്ടി പറയുന്നു. പക്ഷേ നമുക്കറിയാവുന്ന, ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യുന്ന, മനസ്സ് മരവിപ്പിക്കുന്ന നിരവധി കുറ്റകൃത്യങ്ങൾ നമ്മൾ കാണുന്നു. സ്വന്തം ഉമ്മയെ കൊന്നിട്ട്, അതും കടം മേടിച്ച ഒരായുധം ഉപയോഗിച്ച് കൊന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്ന മകനെ നമ്മൾ കണ്ടത് ഈ റീസെൻ്റ് ആയിട്ടാണ്. അങ്ങനെ കൊടും ക്രൂരകൃത്യങ്ങൾ, ഒട്ടും കൂസലില്ലായ്മ, ഈ കുറ്റകൃത്യങ്ങൾക്ക് ശേഷവും ഒട്ടും കൂസലില്ലാത്ത പ്രതികളെ നമ്മൾ കാണുന്നു. നിസാര കാര്യങ്ങൾക്ക് സ്വന്തം രക്തത്തിൽപ്പെട്ടവരെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ കാണുന്നു. അപ്പോൾ ഈ കൊലപാതകങ്ങളുടെ പാറ്റേൺ ആണോ മാറിയത്, അതോ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നില്ല എന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടി തന്നെ പറയുമ്പോൾ അതിന്റെ പാറ്റേണിൽ, സ്വഭാവത്തിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളാണോ നമ്മളെ ഈ ഭയപ്പെടുത്തുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, മർഡർ കുറഞ്ഞിട്ടുണ്ട് എന്ന് കണക്ക് പറയുന്നു. അപ്പോൾ ആ മർഡർ കുറഞ്ഞിട്ടുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് കൊലപാതകങ്ങൾ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും കൊലപാതകങ്ങളുടെ ടൈപ്പ് ഓഫ് ഒഫൻസ് അല്ലെങ്കിൽ മർഡർ ഏത് ടൈപ്പാണ്, അത് ഏറ്റവും വേണ്ടപ്പെട്ടവർ തമ്മിലാണ് മർഡർ നടക്കുന്നത്. കാരണം സ്വന്തം വീട്ടിനകത്താണ്. പണ്ടൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സഡൻ പ്രൊവോക്കേഷൻ്റെ ഒരു മർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ അയൽവാസികൾ എന്തെങ്കിലും സ്വത്ത് തർക്കം, അല്ലെങ്കിൽ അങ്ങനെ പല കാരണം. ഇത് ഇപ്പോൾ അതല്ല. ഇപ്പോഴുള്ളത് നമുക്ക് ഭീതി ഉണ്ടാക്കുന്നതാണ്. കാരണം നമുക്കൊക്കെ സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഒരു മരണം, ഒരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം അന്വേഷിക്കുക അയാൾ ഡ്രഗ് കാരനാണോ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പല കൊലക്കേസുകളും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത, ഇപ്പോൾ 5 പേരെ ഒരു ചെറുപ്പക്കാരൻ പിന്നെ തലക്കടിച്ച് ബ്രൂട്ടലായി കൊന്നു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും വിശ്വസിക്കാൻ തോന്നില്ല. ഇത് ഇവിടെ തന്നെയാണോ, നമ്മുടെ നാട്ടിൽ തന്നെയാണോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലും കൊലപാതകങ്ങളുടെ രീതികളും കൊലപാതകങ്ങളുടെ ഇൻറ്റിമസിയെല്ലാം ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് പല സംഭവങ്ങളും നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. പോലീസ് പ്രോപ്പറായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ കുറ്റവാളികളെ കോടതി മുമ്പാകെ എത്തിക്കൊണ്ട് പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ചെന്താമര അടക്കം പണിഷ്മെൻറ്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത് കൺട്രോൾ ആവുന്നില്ല. ഒരു സോഷ്യൽ മെനേസാണ് ഇത്. ഒരു സമൂഹത്തിലുള്ള ഒരു വലിയ ഒരു ക്യാൻസറായി ബാധിച്ചിരിക്കുകയാണിത്. അതായത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ അവർ അഡോളസൻ്റ് ഏജിൽ വഴിതെറ്റിപ്പോകുന്നു. അപ്പോൾ വഴിതെറ്റിപ്പോകാൻ ഇക്കാലത്ത് പല കാരണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് മൊബൈൽ ഫോണ്, അല്ലെങ്കിൽ പണത്തിൻ്റെ അവൈലബിലിറ്റി. പക്ഷേ ഇതിനൊക്കെ മുകളിലാണ് നമ്മുടെ പാരൻസിൻ്റെ സ്നേഹം. അന്ധമായ സ്നേഹമാണ്. സ്വന്തം മക്കളോട് അന്ധമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന എല്ലാ പാരന്റിനും ഇതൊക്കെ ഒരു ചൂണ്ടുമലയാണ്. ഇത് അവർ കാണുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഒരിക്കലും തൻ്റെ മക്കളെ സ്നേഹിക്കുക, ലാളിക്കുക, പക്ഷെ അത് അന്ധമായി ലാളിക്കരുത്. അവൻ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ അവരെ കറക്റ്റ് ചെയ്യാൻ നമ്മളെ ശ്രമിക്കണം. അവൻ്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ പാരൻസിനുണ്ട്. അതിന്ന് കാണുന്നില്ല. കൂടാതെ ഒരുപാട്
നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല പ്രവണതകളും അവനെ വഴിതെറ്റിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർ 15, 17, 18 വയസ്സുള്ള ആൾക്കാർക്ക് അവർക്ക് തെറ്റെന്താണ്, തിരി എന്താണ്, വെളുപ്പെന്താണ്, കറുപ്പ് എന്താണെന്ന് അറിയാത്ത പ്രായമാണ്. അവർ വഴിതെറ്റിപ്പോകും, സ്വാഭാവികമാണ്. അങ്ങനെ വഴിതെറ്റിപ്പോയാൽ അവരെ ശിക്ഷിക്കുന്നല്ല പറയുന്നത്, അവരെ രക്ഷിക്കണം നമ്മൾ. ആ രക്ഷിക്കാൻ വേണ്ടി പാരൻസൊക്കെ അവരുടെ മക്കളെ അത്തരത്തിൽ കാണണം. അവർ ചെയ്ത തെറ്റുകൾ അംഗീകരിക്കണം. ആ തെറ്റുകളിൽ നിന്ന് തിരുത്തിക്കൊണ്ട് മകനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ മകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അത് നമ്മളുടെ പല പാരൻറ്റുകളും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പല വീടുകളും ചെയ്യുന്നില്ല. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇങ്ങനെയുള്ള വളരെ ഭീകരത വളർത്തുന്ന ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പം, ഇത്ര ക്രൂരമായ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പം അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അത് ചെയ്യാതെ നമ്മൾ വെറും ഇപ്പൊ തൊലിപ്പുറ ചികിത്സ മാതിരി ഈ പ്രതിയെ ഇയാൾ അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഇയാളെ കോടതി മുമ്പ് ഹാജരാക്കി ഇയാൾക്ക് തൂക്കുകയറ് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് സമൂഹം രക്ഷപ്പെടുന്നില്ല. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിത്തുകൾ പിന്നെയും വിതക്കുകയാണ്. ഇതുപോലെയുള്ള എബറേറ്റഡ് ആയ ഒരു ആൾക്ക് ചെറുപ്പക്കാർ ഇനിയും വളരുകയാണ്. അതില്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായും. ഡോക്ടർ മോഹൻ റോയ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, എന്ത് തരം സൈക്കോ ക്രിമിനലാണ് അഫാൻ എന്ന് സംശയം തോന്നിപ്പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് താങ്കൾ ചേരുന്നത്. ലഹരി ഉപയോഗം, നമ്മൾ ഇത്തരം മനസ്സിനെ മരവിപ്പിക്കുന്ന എല്ലാ കേസുകളിലും ലഹരി ഉപയോഗം അതിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അത് കേസന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതി ലഹരിക്ക് അടിമ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയും അഫാന്റെ കേസിലും ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ മദ്യം മാത്രമാണ് കഴിച്ചിട്ടുള്ളത് എന്ന് അയാൾ പറഞ്ഞു എന്ന തരത്തിലൊക്കെയും വാർത്തയുണ്ട്. അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതാണ്. ഈ രണ്ട് വികൃതമായ മനോനിലയും ലഹരി ഉപയോഗവും കൂടി ചേരുമ്പോഴാണോ സ്വന്തം കുടുംബത്തിലുള്ള താൻ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളവരെ ഉൾപ്പെടെ ഈ അരും കൊല ചെയ്യുന്ന നിലയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത്? തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതിനു മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ അദ്ദേഹത്തിന് ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിരുന്നതായൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് സമ്മർദ്ദങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫലപ്രദമായി നേരിടാനുള്ള ഒരു കഴിവിന്റെ അഭാവമോ കുറവോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഒരു കുട്ടിയെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തായിരുന്നു എന്നാ പറയുന്നത്. ഈ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള എന്ത് പ്രായോഗിക പരിശീലനമാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൊടുക്കുന്നത്. നമ്മുടെ ജീവിത നിപുണതാ വിദ്യാഭ്യാസം സ്കൂളുകളിലൊക്കെ നടപ്പാക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഫലപ്രദമാണ് എന്നുകൂടി ഇദ്ദേഹമൊക്കെ ഏകദേശം ഈ ജീവിത നിപുണതാ വിദ്യാഭ്യാസം ഒക്കെ വന്നതിന് ശേഷം സ്കൂളിൽ നിന്നും പഠിച്ചു വന്ന കുട്ടികളായിരിക്കുമല്ലോ. അവർക്ക് ഇത് പ്രായോഗികമായി എന്താണ് അവർക്ക് ലഭിച്ച പരിശീലനമെന്നും അത് അവർ ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും അപകടമുണ്ടാക്കുന്ന കോമ്പിനേഷനാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ലഹരിയും കൂടി ഉപയോഗിച്ചത്. കാരണം ലഹരിക്ക് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ സ്വഭാവം നിർവചിക്കുന്നതും നിയന്ത്രിക്കുന്നതും. നമ്മുടെ തലച്ചോറിന് നമ്മുടെ സ്വഭാവത്തിൽ നിയന്ത്രണമുണ്ട്. നമ്മൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചോറിന് നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ നിയന്ത്രണം നഷ്ടമാകും. അങ്ങനെ നിയന്ത്രണം നഷ്ടമാകുമ്പോഴാണ് ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകും. ഇത് പണ്ടൊക്കെ തന്നെ നമുക്ക് ആലോചിച്ചാൽ ഒരു 10 വർഷം മുമ്പൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് തന്നെ അറിയാമായിരിക്കും. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ ക്രിമിനൽസും ഗുണ്ടകളും ഒക്കെ ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് ഇവരെ വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോലീസിന്റെ എഫ്ഐആറിലും കോടതിയുടെ പരിഗണനയ്ക്കും ഒക്കെ വരുമ്പോൾ ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇവർ ക്രൂരമായ കൊലപാതകം ചെയ്യുന്നത് എന്നുള്ള ധാരാളം പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ലഹരി വളരെയധികം സർവ്വവ്യാപിയായിരിക്കുകയാണ്. ഒരു ഡോക്ടർ വധിക്കപ്പെട്ട കേസിലാണെങ്കിലും ഒരു സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിലും കുടുംബത്തിലുണ്ടാകുന്ന വയലൻസിലാണെങ്കിലും എന്ത് വയലൻസിലും ലഹരി ഒരു അവിഭാജ്യ ഘടകമായിരിക്കുന്നത്. അത് സമൂഹത്തിൽ ലഹരി എത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിനെതിരായ ഫലപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും 1-2 ഏജൻസികൾ മാത്രം ചെയ്താൽ പരിഹാരം ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. ഇപ്പം കുട്ടികളുടെ കാര്യം തന്നെ എടുത്താൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അവർ കാണുന്ന മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ തന്നെ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം മാധ്യമങ്ങളുടെ കാര്യം, ദൃശ്യമാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സിനിമ ഉണ്ടായാലും ഈ സിനിമയിലൊക്കെ തന്നെ ഇത് ക്രൂരമായ കൊലപാതക രംഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ ഒരു രംഗമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും അത് ദഹിക്കുമെന്ന് തോന്നുന്നില്ല. അവർ ആ ചിത്രം കണ്ടിട്ടില്ല. ഒരു കുട്ടിയുടെ തലയിലൊക്കെ ഗ്യാസ് കുറ്റിക്കൊണ്ട് ഇടിച്ച് ചതച്ച് കളയുന്ന ഒരു കൊലപാതകം, ഒരു ഗർഭിണിയുടെ വായിലേക്ക് കുത്തി ഇറക്കുന്ന ക്രൂരത, വയറ് വെട്ടി തുറന്നതിന്റെ ഭ്രൂണം എടുത്തുകൊണ്ട് പോകുന്നത്,
എന്നിട്ട് അതിന്റെ ഒരു എഡിറ്റർ, ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറയുന്നത്, ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, ഇതിനേക്കാൾ വലിയ വയലൻസ് ഒക്കെ ഉണ്ടാകുന്നു, തലച്ചോറൊക്കെ അടിച്ച് പൾപ്പാക്കുന്ന വയലൻസ് ഒക്കെ ഉണ്ടാകുന്നു, ഞങ്ങൾ അതങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ഇതെന്താണ് നമ്മുടെ നാട്ടിൽ? ഡോക്ടർ മോഹൻ റോയ്, ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ രീതിയിലുള്ള പല വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു, വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമ, നോക്കൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു, അതാണ് ആ സിനിമയിലൂടെ കാണിച്ചത് എന്ന ന്യായീകരണം കൂടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ന്യായീകരിക്കാൻ നേരത്തെ ശ്രമിച്ചവർ അത് ഇതൊരു ഉദാഹരണമാക്കി കൂടി കാണിക്കുന്നുണ്ട്. ഡോക്ടർ മോഹൻ റോയ്, കേൾക്കാമോ? അല്ല, അത്രത്തോളം ന്യായീകരണം അവർ നടത്തേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്തെടുത്തുകൊണ്ടുള്ള, അതിനെ കാലിൽ തൂക്കി എടുത്തുകൊണ്ട് നടന്ന ഒരു കൊലപാതകമോ ഒരു ക്രൈം ഇൻസിഡന്റോ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു തരം ന്യായീകരിക്കലാണ്. ഇത് എവിടുന്ന് തുടങ്ങിയതാണ്, എങ്ങനെ വരുന്നതാണ് എന്നതിനെ കുറിച്ചൊക്കെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ മദ്യപാന രംഗങ്ങൾ ചലച്ചിത്രങ്ങളിൽ കാണിച്ചുകൂടാ എന്നുള്ളതിനും അതൊരു വാണിംഗ് നമ്മൾ എഴുതാറുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഒരു സിനിമയാണ്, അതിൽ 2 മണിക്കൂർ 20 മിനിറ്റ് മദ്യപാന രംഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതോടൊപ്പം തന്നെ ഈ വയലൻസ് കാണുന്നതിന് ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവര് 1ാം വർഷ അനാട്ടമി ഡിസെക്ഷൻ ഹാളിലൊക്കെ പ്രവേശിക്കുമ്പോൾ അവർക്ക് ചില തല കറങ്ങി വീഴുന്നതുമായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മോർച്ചറിയിൽ വരുമ്പോൾ ചില പോലീസുകാരൊക്കെ SI സെലക്ഷനും ഒക്കെ കിട്ടി വരുന്നവരൊക്കെ ആദ്യം അവർക്കൊരു ഛർദ്ദിക്കാനുള്ള ഒരു പ്രവണതയൊക്കെ വരും. പക്ഷെ കാലാന്തരത്തിൽ അവർ നല്ല 1ാം തരം ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ട് മാറാറുണ്ട്. അപ്പൊ അത് പരിചയം കൊണ്ടാണ് അവർക്ക് അതിനോട് അങ്ങനെ കണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് ഇഴുകിച്ചേരുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളും ഇത്തരം രംഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു സംവേദനക്ഷമത കുറയും. അതായത് എത്ര ക്രൂരമായ കുറ്റകൃത്യം നിങ്ങൾ കണ്ടാലും എന്തോ സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. ഡോക്ടർ നിതിൻ, അങ്ങനെ വയലൻസ് നോർമലൈസ് ചെയ്യുന്നതിന്റെ വലിയ ഇഷ്യൂ സമൂഹം നേരിടുന്നുണ്ടോ? ഒപ്പം ഈ ലഹരി ഉപയോഗം അസാധാരണമായ വിധത്തിൽ കൂടുന്നുണ്ട്. നേരത്തെ നമ്മൾ കൊലപാതകത്തിന്റെ എണ്ണം കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കണക്കുകളിൽ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂടുന്നു എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഒരു ചലനം സൃഷ്ടിക്കുക നാം കാണുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു ഡോക്ടർ നിതിൻ, തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ ഈ വയലൻസ് സിനിമകളുടെ അതിപ്രസരവും നമ്മുടെ ഒരു കോൺഷ്യൻസിന് അല്ലെങ്കിൽ ഒരു ജനറൽ കോൺഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇത് എന്നുള്ള മെത്തേഡ്സ് അവർക്ക് പലപ്പോഴും കിട്ടുന്നത് ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള സിനിമകളാണ്. അപ്പൊ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എത്രത്തോളം വയലന്റ് ആയിട്ട് അത് ചെയ്യണം, അല്ലെ എന്ത് ചെയ്യണം? ഇപ്പൊ നേരത്തെ മോഹൻ റോയ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമകൾ കാണുന്ന ഈ രംഗങ്ങളിലൂടെയാണ് അവരുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് വലിയ രീതിയിലുള്ളൊരു ടൂട്ടലായിട്ടുള്ള കൊലപാതകമായിട്ട് മാറുകയാണ്. അപ്പോ അത് വലിയ രീതിയിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഓക്കെ, ഇൻസ്റ്റിങ്ക്റ്റ് ബേസിക്കലി ആ വ്യക്തിയുടെ ഒരു നേച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നേക്കാം, അല്ലെങ്കിൽ പല കോഴ്സ് വഴി വന്നേക്കാം. പക്ഷെ അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ഇൻഫർമേഷൻ ആണ് ഈ സിനിമകളൊക്കെ, അല്ലെങ്കിൽ ഇത്തരത്തില് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സിനിമകളൊക്കെ കൊടുക്കുന്നത്. അത് ഈ ഒരു കൊലപാതകത്തിന് മേ ബി അത് ഒരു റീസൺ ആയിരിക്കാം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഈ അരുംകൊലകൾ ഇനിയും ആവർത്തിക്കപ്പെട്ടുകൂടാ. അതിനെതിരായ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ സാധ്യമാകുമോ അതൊക്കെയും ഉണ്ടാകേണ്ടതുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.